റവന്യൂ വകുപ്പിന്റെ കീഴിലല്ല ഇത് വരുന്നത്. കാരണം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്, മൈനോറിറ്റി വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വകുപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വകുപ്പ് അറിഞ്ഞാൽ മതി. റവന്യൂ വകുപ്പ് അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പിന്റെ കീഴിൽ അണ്ടർ സെക്രട്ടറിയുടെ കീഴിലാണ് ഈ വകുപ്പിനുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ സെക്രട്ടറിയും മന്ത്രിയും അറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ്. അല്ല, റവന്യൂവിന് അതിന് യാതൊരു റോളുമില്ല. അല്ല, എനിക്കത് മനസ്സിലായില്ല. കാരണം ഇന്നും ഇന്നലെ കണ്ടു അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. കാരണം നിലവിൽ നിയമനം നടത്തേണ്ട 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള ഉത്തരവ് ഞങ്ങൾ നൽകും എന്ന് LDF പറഞ്ഞു എന്നുള്ള വാർത്ത ഇന്നലെ പത്രങ്ങളിൽ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അപ്പോൾ LDF ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതിനകത്ത് സെൻട്രൽ ആക്ട് എന്താണ്, ആ സെൻട്രൽ ആക്ടിൽ പറയുന്ന നിയമങ്ങൾ എന്താണ്, ഇന്ന ക്ലോസുകൾ എന്താണ്, ആ ക്ലോസുകളെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് കൊടുത്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും സെൻട്രൽ ആക്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. വഖഫ് ബോർഡിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒരു കാര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റ് നിലപാട്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കതിൽ കോംപ്രമൈസ് ഇല്ല. ഈ കോടതിയിൽ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട് ഒരു വീഴ്ച പറ്റിപ്പോയി. കാരണം അത് സുപ്രീം കോടതി ഉത്തരവ് വരുന്നവരെ അല്ലെങ്കിൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നവരെ ഒരു കാലതാമസം നേരിടേണ്ടതിന് പകരം ഹർജിക്കാർക്കൊപ്പം നിൽക്കേണ്ട ഒരു നിലപാടിലേക്ക് അഭിഭാഷകൻ പോയി എന്നാണ് പരക്കെ ഉയർന്ന വിമർശനം. ഹർജിക്കാർക്കൊപ്പം നിന്നിട്ടില്ല, തെറ്റായ ധാരണയാണ്. ഹർജിക്കാർക്കൊപ്പം എന്തിനാ നിൽക്കുന്നത്? അതിനകത്ത് നിലവിലുള്ള സെൻട്രൽ ആക്ട്, ആ ആക്ടിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാത്ത പ്രചരണമാണ്. നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിൻ്റെ ഒപ്പം നിന്നു. നിയമം അത് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. സ്പീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ഇപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു. അതിനെക്കുറിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിനെ കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറത്ത് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു ശരിയാണ്. മുഖ്യമന്ത്രിയെ ഇതുവരെ നിങ്ങൾ മുഖ്യമന്ത്രി കാണുന്നില്ല എന്നായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും KSU പ്രസിഡന്റും പരസ്പരം കണ്ടു, സംസാരിച്ചു. KSUവിന് എന്താണോ പറയാനുള്ളത് അത് അവര് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് കേട്ടു. അതോടെ അത് കഴിഞ്ഞു. പറഞ്ഞല്ലോ.